നബിന്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്ന് ചോദിച്ചു, നബിയെ, എൻ്റെ കയ്യിലുള്ള ഒരു അനുഗ്രഹവും റബ്ബ് പിൻവലിക്കരുത്, എനിക്ക് നൽകാനുള്ളത് റബ്ബ് തടഞ്ഞു വെക്കുകയും ചെയ്യരുത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിലുള്ള ഒരു അനുഗ്രഹം അല്ലാഹു തആല പിൻവലിക്കരുത്. കണ്ണിന് കാഴ്ചയുണ്ട്, പിൻവലിക്കരുത്. കാതിന് കേൾവിയുണ്ട്, പിൻവലിക്കരുത്. ഞാനൊരു കച്ചവടം ചെയ്യുന്നുണ്ട്, കച്ചവടത്തിൽ ഇപ്പം അൽഹംദുലില്ലാഹ് റാഹത്താണ്, ആ കച്ചവടം അങ്ങനെ റാഹത്തായിട്ട് മുന്നോട്ട് പോകണം. അല്ലാഹു തആല എനിക്ക് തന്ന ഒരു അനുഗ്രഹവും പിൻവലിക്കരുത്. ഇനി തരാൻ വല്ലതും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കുകയും ചെയ്യരുത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. മുത്തുനബി ആ കൂട്ടുകാരനോട് പറഞ്ഞു, മോനെ, രാവിലെ 3 തവണയും വൈകുന്നേരം 3 തവണയും ഈ ദിക്ർ നീ പതിവാക്കുകയാണെങ്കിൽ അല്ലാഹ് നിനക്ക് തന്ന ഒരനുഗ്രഹം ഒരിക്കലും റബ്ബ് പിൻവലിക്കൂല, തരാനുള്ളത് തടഞ്ഞു വെക്കുകയും ഇല്ല. ഈ ദിക്ർ നമുക്കൊക്കെ അറിയാം, എല്ലാ ആലിമീങ്ങളും ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് ദ്വാരക്കൽ. പക്ഷെ ഇങ്ങനെ ഒരു മഹത്വം ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കേൾക്കിയിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. ഈ ദിക്ർ രാവിലെ 3 വൈകിട്ട് 3 ചൊല്ലിയാൽ, അത് പതിവാക്കിയാൽ അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളെ റബ്ബ് പിൻവലിക്കൂല, തരാനുള്ളത് തടഞ്ഞു വെക്കുകയുമില്ല. പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ.